വാണ്ടറേഴ്സ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 5 മണി കഴിഞ്ഞു. ജോലിയൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്നിറങ്ങി നേരെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കാഷ്വലായിട്ടുള്ള ഒരു ഈവനിങ് റൈഡ് വ്ലോഗാണ് ഇന്ന് നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റൈഡിന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഓഫീസിന് ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴി ഞാൻ കാണുന്ന ചില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ്, ചില സിറ്റി വൈബ്സ് ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഓഫീസൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബൈക്കുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഫീൽ അത് വല്ലാത്ത ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ട്രാഫിക് കുറച്ച് കൂടുതലാണെങ്കിലും ഈ ഈവനിങ് വൈബും സൺസെറ്റ് കളറും ഒക്കെ കാണുമ്പോൾ സ്ട്രെസ്സൊക്കെ താനേ കുറയുന്നത് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയവും ഈ ഒരു റൈഡിങ് സമയം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ചുറ്റും എന്നെപ്പോലെ തന്നെ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുവാൻ തിടുക്കപ്പെടുന്ന ഒത്തിരി പേരെ കാണാൻ കഴിയും. ബസ്സുകളും കാറുകളും ബൈക്കുകളുമെല്ലാം ഒരേ ദിശയിലേക്ക് രാവിലെ ജോലിക്കായി പുറപ്പെട്ട തങ്ങളുടെ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചെത്താനുള്ള തിടുക്കത്തിലാണ് എല്ലാവരും. പലർക്കും ജീവിതത്തിൽ ഹാപ്പിനെസ് കിട്ടുന്നത് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ചിലർക്കത് നല്ലൊരു പാട്ട് കേൾക്കുമ്പോഴാകാം, മറ്റു ചിലർക്ക് യാത്രകൾ പോകുമ്പോഴും. എന്നാൽ എനിക്കിവിടെ ഇത് രണ്ടും കലർന്ന ഒരു കോമ്പിനേഷനാണ് കിട്ടുന്നത്. ഒരേ സമയം തന്നെ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടുകൊണ്ട് കാറ്റിനെ തലോടിക്കൊണ്ട് നല്ല ഒരു ബൈക്ക് യാത്ര. ആരാണത് ഇഷ്ടപ്പെടാത്തത്? ലൈൻ ഡിസിപ്ലിനൊക്കെ അതിൻ്റേതായ വഴിക്കെന്ന് കരുതിക്കൊണ്ട് ഒത്തിരി വാഹനങ്ങൾ സിഗ്നലിന് മുന്നേ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. റോഡ് സൈഡിലൊക്കെ നല്ല തിരക്കായി തുടങ്ങി. ഇപ്പോൾ സമയം ഏകദേശം സൺസെറ്റായി തുടങ്ങി. ആകാശം മുഴുവൻ സൂര്യാസ്തമനത്താൽ നിറം മാറിയിരിക്കുന്നു. ഈ സമയത്ത് റൈഡ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക വൈബാണ്. ഹെൽമെറ്റിൽ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ ഇൻ്റർകോമുകളോ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കും കൂടി കേട്ടുകൊണ്ട് റൈഡ് ചെയ്യാം. ഇനി അഥവാ മ്യൂസിക് ഇല്ലെങ്കിലും ബൈക്കിൻ്റെ എൻജിൻ സൗണ്ടും കാറ്റിൻ്റെ തലോടലും മാത്രം മതി വൈബ് സെറ്റാകാൻ. ഓരോ ദിവസവും ഇങ്ങനെ റൈഡ് ചെയ്യാൻ കഴിയില്ലെങ്കിലും കഴിയുന്ന ദിവസങ്ങളെങ്കിലും ഇതുപോലെ എൻജോയ് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ ആകാശത്തേക്കൊന്ന് നോക്കിയേ. അസ്തമിക്കുന്ന സൂര്യൻ്റെ ആ ഒരു ഭംഗി എത്രത്തോളം ഹാപ്പിനെസ്സാണ് നമുക്ക് നൽകുന്നതെന്ന്. വീഡിയോയിൽ ഈ ഒരു വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം ഇത്രയാണെങ്കിൽ ശരിക്കും അത് കണ്ടുകൊണ്ട് ബൈക്ക് ഓടിക്കുന്ന എൻ്റെ ഒരു സന്തോഷം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ നിന്നും ഇനി കുറച്ച് ദൂരം കൂടിയേ വീട്ടിലേക്കുള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഇതുപോലെ ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്നവരാകാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഡെസ്റ്റിനേഷൻ അടുക്കും തോറും എന്നെപ്പോലെ ഓരോ റൈഡേഴ്സും ആഗ്രഹിക്കുന്നത് നമ്മൾ എത്തേണ്ട സ്ഥലം കുറച്ചുകൂടി ദൂരെയായിരുന്നെങ്കിൽ എന്നാകാം. അതുതന്നെയാണ് ബൈക്ക് റൈഡ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ലഹരിയും. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 5:30 മണിയാകാറായി. എന്നത്തെയും വച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ട്രാഫിക് വളരെ കുറവായിരുന്നു. ഓരോ പ്രാവശ്യവും ബൈക്ക് റൈഡ് പോകുമ്പോഴും കഴിവതും സേഫ്റ്റി ഗിയർസ് ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. അഥവാ ഇനിയിപ്പോൾ റൈഡിംഗ് ജാക്കറ്റും ബൂട്ടുമൊന്നും നിങ്ങളെടുത്തില്ലെങ്കിലും ISA മാർക്കുള്ള നല്ലൊരു ഹെൽമറ്റെങ്കിലും ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ അതൊരിക്കലും ട്രാഫിക് പോലീസിനെയോ അല്ലെങ്കിൽ വാഹനത്തിന് വരുന്ന ചെലാനെയോ പേടിച്ചാകരുത്. നമ്മുടെ സ്വന്തം ജീവനേക്കാൾ വിലയൊന്നുമല്ല മറ്റൊന്നിനും. ഇനി നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള ഹെൽമെറ്റിനെ കുറിച്ചോ റൈഡിംഗ് ഗിയേഴ്സിനെ കുറിച്ചോ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ഫുൾ വീഡിയോയും കാണാവുന്നതാണ്. റൈഡിനിടയിൽ ഒരു ചായ കുടിക്കാൻ വണ്ടി നിർത്തിയാലോ എന്നുള്ളൊരു ടെംപ്റ്റേഷൻ എനിക്കുണ്ടായിരുന്നു. ഓഫീസിലെ ജീവിതം എത്ര തിരക്കേറിയതായാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സ് അതാണ് നമ്മളെ ബാലൻസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. റൈഡിനിടയ്ക്ക് ചായ കുടിക്കണം എന്ന് തോന്നിയാൽ അത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വീടെത്തുന്നതിന് തൊട്ടു മുന്നായുള്ള ഒരു മലയാളി ഹോട്ടൽ അന്നപൂർണ ഹോട്ടലിലേക്ക് ബൈക്ക് നിർത്തി. ഇനി ഒരു ചായ കുടിച്ചിട്ടാകാം ബാക്കി യാത്ര. ചിലപ്പോഴൊക്കെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നുമല്ല, ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബ്രേക്സിലാണ്. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ പതിവ് പോലെ നമ്മുടെ ബെന്നി ചായൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിയോടൊരു അല്പം വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം നല്ലൊരു ചായക്കായി ഓർഡർ കൊടുത്തു. ഇവിടെ നിന്നുള്ള ഒരു ചൂട് ചായയും അതിനോടൊപ്പം നമ്മുടെ ഒരു ചെറിയ സ്നാക്സും ഈ ഈവനിങ് ബ്രീസും പെർഫെക്റ്റ് കോംബോ.
അങ്ങനെ ചായ കുടി കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. വർക്ക്, സ്ട്രെസ്, ട്രാഫിക് ഇതൊക്കെ കഴിഞ്ഞ് സേഫായി വീട്ടിലെത്തുന്നത് തന്നെ ഒരു വല്ലാത്ത ബ്ലെസ്സിങ് ആണ്. അങ്ങനെ നല്ലൊരു റൈഡിന് ശേഷം ഫൈനലി ഞാൻ വീട്ടിലേക്കെത്തി. സേഫായി എത്തിയ ശേഷം ബൈക്ക് പാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന മനസ്സിലെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ ഈവനിങ് റൈഡ് വ്ലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ഒരു വ്ലോഗിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് റൈഡ് സേഫ്.